നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറി. തുടർച്ചയായ മൂന്നാമത്തെ ലാലിഗ മത്സരത്തിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്തതിൻ്റെ തൊട്ടരികിലെത്തിയതിന് ശേഷം അവസാന നിമിഷം ഫെഡെ വാൽവർദയുടെ ഗോളിൽ റയൽ സെൽറ്റ വിഗോയെ പരാജയപ്പെടുത്തി. 2-1 വിജയമാണ് റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. സെൽറ്റ വിഗോയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയലിൻ്റെ മറ്റൊരു ഗോൾ നേടിയത് ഓർലിൻ ഷ്വാമനിയായിരുന്നു. അതേസമയം സെൽറ്റ വിഗോയുടെ ഗോള് ഇഗ്ലേഷ്യസിൻ്റെ വക. മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം വിനി ജൂനിയർ, ബ്രൈൻ ഡയസ്, ആർദ ഗ്യൂളർ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ഇഗ്ലേഷ്യസിനെ മുന്നിൽ നിർത്തിയാണ് സെൽറ്റ വിഗോ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 11ാമത്തെ മിനിറ്റിലാണ് റയൽ മാഡ്രിഡിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. ഷൂമനിയാണ് പന്ത് വലയിലേക്ക് എത്തിയത്. അതൊരു കിടിലൻ ഗോളായിരുന്നു. ഒരു ഷോർട്ട് കോർണർ, അതിനെ തുടർന്ന് വന്ന പന്ത്, ആ ബോള് ആർദ ഗ്യൂളർ കൃത്യമായിട്ട് ഷൂമനിക്ക് കൊടുക്കുന്നു. ഷൂമനി മനോഹരമായിട്ട് പെനാൽറ്റി ബോക്സിൻ്റെ ഒരു എഡ്ജിൽ നിന്ന് അടിച്ച് വലയിലേക്ക് കയറ്റുന്നത് സുന്ദരമായ കാഴ്ചയായിരുന്നു. അങ്ങനെ റയൽ 1-0 ലീഡ് എടുത്തു. പക്ഷേ 25ാമത്തെ മിനിറ്റിൽ സ്വെഡ്ബെർഗിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഇഗ്ലേഷ്യസിൻ്റെ ഗോൾ വന്നതോടെ കളി 1-1 സമനിലയിലേക്ക് പോയി. ഇടവേള സമയത്ത് 1-1 രണ്ടാം പകുതിയിൽ റയൽ മാഡ്രിഡ് ഗോളടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ പന്ത് വലയിലേക്ക് കയറാതെ വന്ന അവസാന നിമിഷങ്ങളിൽ കളി മാറ്റിമറിച്ചുകൊണ്ട് ഫെഡെ വാൽവർദയുടെ ഗോൾ വിറക്കുന്നു. അത് ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ടാണ്. പക്ഷേ പന്ത് വലയിലേക്ക് എത്തിയതോടുകൂടി അന്തിമ നിമിഷത്തിൽ റയൽ വിജയിച്ച് കയറി. തീർച്ചയായിട്ടും റയലിൻ്റെ അക്കാഡമി പ്ലെയർ തിയാഗോയുടെ പ്രകടനം എടുത്തു പറയണം. മികച്ച രൂപത്തിൽ തന്നെ പയ്യൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. കോച്ച് ഇത് എടുത്തു പറയുന്നു. വിനി ജൂനിയർ പറഞ്ഞ് അദ്ദേഹം ടയേർഡായിരുന്നു. നിരവധി മത്സരങ്ങൾ തുടർച്ചയായി കളിക്കുന്നത് കൊണ്ട് ക്ഷീണിതനാണ് ഇന്ന് കളിക്കളത്തിൽ എന്നാണ് വിനിയുടെ അഭിപ്രായം. എന്തായാലും കളി 2-1 വിജയിച്ചതോടുകൂടി ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 1 കുറച്ചിട്ടുണ്ട്. 26 കളി 64 പോയിൻ്റാണ് ബാഴ്സയ്ക്കെങ്കിൽ 27 കളി 63 പോയിൻ്റാണ് റയലിന്. ഇന്നത്തെ കളിയിൽ അത്ലറ്റിക് ക്ലബിനെ ബാഴ്സ തോൽപ്പിച്ച വീണ്ടും 4 പോയിന്റ് ഡിഫറൻസ് ആവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.